ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഹൈഡ്രേഷൻ റീറ്റെയിൻ ചെയ്യാനും പോഴ്സ് ഒക്കെ നന്നായിട്ട് മിനിമൈസ് ചെയ്യാനും നമ്മുടെ സ്കിൻ ഗ്ലോ ആക്കാനും ആൻറ്റി ഏജിങ് ഒക്കെ ആയിട്ട് കീപ്പ് ചെയ്യാനും പിന്നെ വ്രിങ്കിൾസ് ആൻഡ് ഫൈൻ ലൈൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ടോണർ അല്ലെങ്കിൽ ഫേസ് മിസ്റ്റ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അഫോർഡബിൾ പ്രൈസിൽ നല്ലൊരു ഫേസ് മിസ്റ്റ് അല്ലെങ്കിൽ ഒരു ടോണറാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. മറ്റൊന്നുമല്ല, ഇതാണ് നമ്മുടെ പിൽഗ്രിമിന്റെ ഫേസ് മിസ്റ്റ് ടോണർ കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം കുറച്ച് റീസെൻ്റ് ആയിട്ട് ഒന്നുകൂടെ വൈറലായിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അത്രയും അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് നൽകുന്ന ഒരു ടോണറാണല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഈ ഒരു ടോണർ ഓൾമോസ്റ്റ് ഒരു 3 വർഷമായിട്ട് ഈ ബ്രാൻഡിൻ്റെ തന്നെ സെയിം ടോണറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ബേസിലാണ് ഈ ഒരു റിവ്യൂ എടുക്കുന്നത് കേട്ടോ. ഇതിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ ബോട്ടിലെങ്ങാണ്ടുമാണ്. ഇവരുടെ തന്നെ റെഡ് വൈൻ എന്തോ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ടോണർ ഉണ്ട്, അതും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. രണ്ടും കിടലിനാണ് കേട്ടോ. എനിക്ക് അതിനേക്കാളും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഈ ഒരു ടോണറാണ്. കാരണം ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ വൈറ്റ് ലോട്ടസും കമേലിയ പിന്നെന്താണെന്ന് നോക്കുകയാണെങ്കിൽ വിച്ച് ഹസാർഡ് എന്നൊക്കെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. ഇത് ശരിക്കും നമ്മുടെ ആ ഒരു കോളജൻ പ്രൊഡക്ഷൻ ഒക്കെ ബൂസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ആണ് നമ്മുടെ സ്കിന്നിനെ ആൻറ്റി ഏജിങ് ഒക്കെ ആക്കുന്നത്. പിന്നെ ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷൻ ആണ്. ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഡിസ്കവർ റെജുവിനേറ്റഡ് സ്കിൻ, അതായത് നമ്മുടെ ആ ഒരു റെജുവിനേറ്റഡ് ആയിട്ടുള്ള സ്കിന്ന് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ കിട്ടുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും. നല്ല രീതിക്ക് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡൾ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെ മാറ്റാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് നറിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇലാസ്റ്റിസിറ്റി ഒക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നത് കൊണ്ടിട്ടാണല്ലോ നമ്മുടെ സ്കിൻ ആൻറ്റി ഏജിങ് ഒക്കെ ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ വിച്ച് ഹസാർഡ് എന്നൊക്കെ പറയുന്നത് കോളജൻ ബൂസ്റ്റ് ചെയ്യാനും ആ ഒരു ഹൈഡ്രേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് ആർക്കൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് നോക്കുകയാണെങ്കിൽ ഇതൊരു യൂണിസെക്സ് ആയിട്ടുള്ള ഒരു ടോണറാണ്. ബോത്ത് മെൻ ആൻഡ് വിമന് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെങ്കിലും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ആപ്ലിക്കേഷൻ കാണിക്കാം. എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്തിട്ടുണ്ടാവണം നല്ലൊരു ജെന്റിൽ ക്ലെൻസർ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസിൽ കുറച്ച് ആ ഒരു വെള്ളത്തുള്ളികൾ അല്ലെങ്കിൽ വെറ്റായിട്ടിരിക്കുമല്ലോ, ആ വെറ്റ്നെസ് മാറി അത്യാവശ്യം ഇതേപോലെ ഡ്രൈ ആയിട്ടുള്ള സെക്കൻഡ് സ്റ്റേജിൽ വേണം നമ്മൾ ഈ ഒരു ടോണർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലത്തെ ഒരു സ്പ്രേ ബോട്ടിൽ ആയതുകൊണ്ട് തന്നെ യൂസേജ് ഭയങ്കര ഈസിയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ചൊരു ഡിസ്റ്റൻസ്, ഇത്രയൊക്കെ ഡിസ്റ്റൻസ് വെച്ചിട്ട് കണ്ണടച്ച് പിടിക്കണം, നമ്മുടെ ചുണ്ടും അടച്ചു പിടിക്കണം, വായിലും അതോടൊപ്പം തന്നെ കണ്ണിലും പോകാൻ പാടില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. ഭയങ്കര ഈസിയാണ്. നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടും കേട്ടോ. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. ഇതേപോലത്തെ ഒരു സ്പ്രേ ബോട്ടിൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് ഓവറോൾ നന്നായിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എത്തുന്നുണ്ട്. നമ്മുടെ നെക്കിലും നിങ്ങൾ ഇതേപോലെ സ്പ്രേ ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. വിട്ടുപോയത് ഫേസും നെക്കുമാണ് ഏരിയ. വൈറ്റ് ലോട്ടസ് എന്താ തരുന്നതെന്ന് വെച്ചാൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹൈഡ്രേഷൻ, അതായത് ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഫേസ് മിസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഹൈഡ്രേഷൻ കിട്ടുന്നുണ്ട്. ആ ഒരു ഹൈഡ്രേഷൻ ജസ്റ്റ് കുറച്ച് നേരത്തേക്കല്ല, ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ നമ്മുടെ സ്കിൻ ഒന്ന് ഡ്രൈ ആയെന്ന് നമുക്കറിയാമല്ലോ. ആ ഒരു സ്റ്റേജിൽ നമ്മൾ ഒന്നും കൂടെ റീഅപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. റീആപ്ലിക്കേഷൻ നീഡഡ് ആണ് കേട്ടോ. ഇനി അടുത്തത് വിച്ച് ഹെസേൽ എന്നൊക്കെ പറയുന്നത് ആ ഒരു കോളജിനൊക്കെ ബൂസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു സ്കിൻ ആൻറ്റി ഏജിങ്, അതായത് സ്കിൻ എപ്പോഴും എങ്ങായിട്ട് നിലനിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇലാസ്റ്റിസിറ്റി പോലത്തുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു നറിഷ്മെന്റ് ഒക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ സ്കിന്നിന് മോയിസ്റ്റും സപ്പിളൊക്കെ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് കമേലിയയുടെ ബെനിഫിറ്റ് ആണ് കേട്ടോ. അതോടൊപ്പം തന്നെ കോളജൻ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി വിച്ച് ഹെസാർഡ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കോളജൻ പ്രൊഡക്ഷൻ ഒക്കെ ബൂസ്റ്റ് ചെയ്യുന്നു പറഞ്ഞല്ലോ. നമ്മുടെ പോഴ്സ് നമ്മൾ മിനിമൈസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ടൈറ്റൻ ചെയ്യും, നമ്മുടെ പോഴ്സിനെ ടൈറ്റൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓപ്പണിംഗ് ആയിട്ടുള്ള പോഴ്സ് ഒക്കെ മിനിമൈസ് ചെയ്യുന്നുണ്ട്, അതായത് ടൈറ്റൻ ചെയ്യുന്നുണ്ട് നമ്മുടെ പോഴ്സിന്. പിന്നെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഹൈഡ്രേഷൻ, അതും ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇലാസ്റ്റിസിറ്റി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആൻറ്റി ഏജിങ് ഒക്കെ ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ടോണറിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ആൽക്കഹോൾ ഫ്രീ ടോണറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഒട്ടും തന്നെ ഡ്രൈ ആക്കുന്നില്ല. അതായത് ടോണർ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ, നമ്മൾ ഇങ്ങനത്തെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ ചൂസ് ചെയ്യുമ്പം എപ്പോഴും ആൽക്കഹോൾ ഫ്രീ ആണോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൺസേൺ ആയിരിക്കണം, ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. കാരണം മറ്റൊന്നുമല്ല, ഈ ടോണർ എന്നൊക്കെ പറയുന്നത് ആൽക്കഹോൾ ഇൻക്ലൂഡ് ആണെങ്കിൽ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന എന്തിനാണ്, നമുക്കൊരു ഹൈഡ്രേഷൻ കിട്ടാനും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ആൽക്കഹോൾ ഇൻക്ലൂഡഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ ഹൈഡ്രേഷന് പകരം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ക്ലീൻ ഫീല് പോലെ ഫേസ് ഫസ്റ്റ് ആ ഒരു
ഒരു 1 അല്ലെങ്കിൽ 2 സെക്കൻഡ് നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് കിട്ടും. ഇത് സ്കിൻ ബാരിയറിന് ഡാമേജ് വന്നാൽ ഡ്രൈനെസ്, ഡൾനെസ്, സ്കിൻ ബ്രേക്ക്ഔട്ട്സ് അങ്ങനത്തെ പല പല പ്രശ്നങ്ങൾ നമ്മുടെ സ്കിന്നിൽ ഒക്കർ ചെയ്യും. സോ അതുകൊണ്ടിട്ടാണ് ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ടോണർ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ഒക്കെ ചൂസ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. എപ്പോഴും നിങ്ങൾ ടോണറിൻ്റെ കാര്യത്തിൽ നിങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം, ആൽക്കഹോൾ ഫ്രീ ടോണർ മാത്രം ചൂസ് ചെയ്യുക. അത് നമുക്ക് ഈ ഒരു ബാക്ക് സൈഡിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും ആൽക്കഹോൾ ഫ്രീ എന്നുള്ള കാര്യങ്ങൾ. അതൊന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. പിന്നെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ വായിച്ചു നോക്കുക, എങ്കിലുള്ള നമുക്ക് അറിയാൻ പറ്റുള്ളൂ വെദർ ഇറ്റ് ഈസ് ആൽക്കഹോൾ ഫ്രീ ഓർ നോട്ട് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ പിൽഗ്രിമിൻ്റെ ഈ ഒരു ഫേസ് മിസ്റ്റ് അല്ലെങ്കിൽ ടോണറിനെ കുറിച്ചിട്ട് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ പർച്ചേസ് ചെയ്യാനുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാനിവിടെ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല ഓഫർ ഉണ്ട്, നിങ്ങൾ വാങ്ങിയാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോണറാണ് കേട്ടോ. പിന്നെ നമുക്ക് അടുത്തായിട്ട് പറയേണ്ട കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിറക്ഷനൊക്കെ. അതിനുശേഷം സേഫ്റ്റി അത് എല്ലാവർക്കും അറിയാം, എക്സ്റ്റേണൽ യൂസ് ഉള്ളി നമ്മുടെ കണ്ണിലും അതോടൊപ്പം തന്നെ വായിലൊന്നും പോയത്. ഇഫ് ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം കൊണ്ടിട്ട് നന്നായിട്ട് കഴുകി കളയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ടാറ്റാ.